വിശ്വകർമാവ് ദേവനായ തിളക്കമാർന്ന മുത്തുപോലെ ശോഭിക്കുന്ന നക്ഷത്രം. കലയും ബുദ്ധിശക്തിയും ഒത്തുചേർന്ന ചിത്ര നക്ഷത്രക്കാർക്ക് 2026 ജനുവരി മാസം ഒരു പുതിയ പുലരിയാണ് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസികമായ അസ്വസ്ഥതകൾക്കും തടസ്സങ്ങൾക്കും ഈ മാസം ഒരു വിരാമമിടും. 2026 തുടക്കം നിങ്ങൾക്ക് കേവലം ഒരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ബലം കൊയ്യാൻ പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ ആരംഭമാണ്. വ്യാഴത്തിന്റെയും ശനിയുടെയും രാഹുകേതുക്കളുടെയും സ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ ചിത്തിര നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുന്നത്. എന്നാൽ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ ഒരു കരുതൽ വേണമെന്ന് ജ്യോതിശാസ്ത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിദേശ യാത്രയ്ക്കോ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനോ ഉള്ള അവസരം ലഭിക്കും. മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കുമെങ്കിലും കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് ചെറിയ രീതിയിലുള്ള അസൂയയും മത്സരബുദ്ധിയും നേരിടേണ്ടി വന്നേക്കാം. അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് ജനുവരി 15 ശേഷം നല്ല സമയമാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കും. എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായ രേഖകൾ സൂക്ഷിക്കാൻ മറക്കരുത്. കയറ്റുമതി ഇറക്കുമതി മേഖലകളിലുള്ളവർക്കും നിർമ്മാണ മേഖലയിലുള്ളവർക്കും ഈ മാസം അപ്രതീക്ഷിത ലാഭങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി ഒരു നല്ല ജോലിക്ക് വേണ്ടി കാത്തിരുന്നവർക്ക് ഈ മാസം ശുഭവാർത്തകൾ ലഭിക്കും. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സംസാര ശൈലിയിലെ ആകർഷണീയത തൊഴിൽദാതാക്കളെ സ്വാധീനിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ സമ്മിശ്ര ഫലമാണ് ഈ മാസം കാണുന്നത്. എങ്കിലും ആകെ തുകയിൽ നേട്ടങ്ങൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. മുൻപ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ലാഭം ലഭിക്കും. പിതൃസ്വത്ത് ലഭിക്കാനോ കുടുംബത്തിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാനോ ഉള്ള സാഹചര്യമുണ്ട്. വരുമാനം കൂടുന്നതിനൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വീട് പുതുക്കി പണിയുന്നതിനോ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനോ വേണ്ടി വലിയൊരു തുക ചെലവായേക്കാം. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുമ്പോൾ അല്പം നിയന്ത്രണം പാലിക്കുന്നത് ഉചിതമായിരിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം അനുയോജ്യമാണ്. സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. എന്നാൽ ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങളിൽ ജാമ്യം നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കുക. ചിത്തിര നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ ഈ മാസം സമാധാനവും സന്തോഷവും നിലനിൽക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങളും തർക്കങ്ങളും ഈ മാസം പരിഹരിക്കപ്പെടും. പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ബന്ധത്തിന്റെ ആഴം വർദ്ധിക്കും. ദൂരയാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കും കുടുംബസമേതം അവസരം ലഭിക്കും. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കുന്ന സമയമാണിത്. മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മുതിർന്നവരുടെ ഇടപെടലിലൂടെ പരിഹരിക്കപ്പെടും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനോ വിരുന്നുകാർ വരാനോ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായുള്ള ബന്ധം പുതുക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ മാസമാണിത്. വിവാഹാലോചനകൾക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ ഈ മാസം പ്രയോജനപ്പെടുത്താം. എന്നാൽ അനാവശ്യമായ സംശയങ്ങൾ പ്രണയത്തിൽ വിള്ളലുകൾ വീഴ്ത്താതെ ശ്രദ്ധിക്കണം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചിത്തിര നക്ഷത്രക്കാർ ഈ മാസം ജാഗ്രത പാലിക്കണം. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നില്ലെങ്കിലും ചെറിയ ചെറിയ അസ്വസ്ഥതകൾ അലട്ടിയേക്കാം. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുക. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. അമിതമായ ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. യോഗ, മെഡിറ്റേഷൻ എന്നിവ ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. രാത്രിയിൽ കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രാത്രികാല യാത്രകളിൽ വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത ആവശ്യമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം കഠിനാധ്വാനത്തിന്റെ മാസമാണ്. ഏകാഗ്രത വർദ്ധിക്കുമെങ്കിലും സോഷ്യൽ മീഡിയയും മറ്റു വിനോദങ്ങളും നിങ്ങളുടെ പഠനത്തെ ബാധിക്കാതെ നോക്കണം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച ബലം ലഭിക്കും. വിദേശത്ത് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങും. സ്കോളർഷിപ്പുകൾ ലഭിക്കാനുള്ള അപേക്ഷകൾ ഈ മാസം സമർപ്പിക്കാവുന്നതാണ്. കലാരംഗത്തുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ നല്ല വേദികൾ ലഭിക്കും. പുരസ്കാരങ്ങളോ പ്രശംസകളോ തേടിയെത്താം. ചിത്തിര നക്ഷത്രക്കാരുടെ വ്യക്തിത്വത്തിൽ വലിയൊരു മാറ്റം ഈ മാസം ദൃശ്യമാകും. നിങ്ങൾ കൂടുതൽ പക്വതയോടെ കാര്യങ്ങളെ സമീപിക്കാൻ തുടങ്ങും. ഈ മാസം നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. പ്രാർത്ഥനകളിലും പൂജകളിലും ഏർപ്പെടുന്നത് നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും. കുടുംബക്ഷേത്രത്തിലെ ദർശനം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് വലിയ അംഗീകാരം നേടിത്തരും. നിങ്ങളുടെ തീരുമാനങ്ങൾ ശരിയാണെന്ന് കാലം തെളിയിക്കും. ദേഷ്യം നിയന്ത്രിക്കാൻ ശീലിക്കുന്നത് നിങ്ങളുടെ സൗഹൃദങ്ങൾ നിലനിർത്താൻ സഹായിക്കും. ഗുണബലങ്ങൾക്കിടയിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ദോഷഫലങ്ങൾ
വിഷമങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. സംസാരത്തിൽ മിതത്വം പാലിക്കുക. നിങ്ങളുടെ ഒരു വാക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നോക്കണം. സാമ്പത്തിക കാര്യങ്ങളിലും തൊഴിൽ മാറ്റത്തിലും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. അനുഭവസ്ഥരോട് ആലോചിച്ച ശേഷം മാത്രം മുന്നോട്ട് പോവുക. നിങ്ങൾ വളരുമ്പോൾ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവർ ഉണ്ടാകും. അവരോട് പ്രതികരിക്കാതെ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പനിനീർ അഭിഷേകം നടത്തുകയും ചെയ്യുന്നത് ചിത്തിര നക്ഷത്രക്കാർക്ക് അത്യുത്തമമാണ്. ലളിത സഹസ്രനാമം ജപിക്കുന്നത് മാനസിക സമാധാനത്തിന് സഹായിക്കും. ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കത്തിക്കുന്നത് ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കും. പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് ഭാഗ്യം കൊണ്ടുവരും. ജനുവരി മാസത്തിലെ ശുഭകരമായ ദിവസങ്ങൾ നോക്കുമ്പോൾ ജനുവരി 4, 11, 13, 22, 27 തുടങ്ങിയ ദിവസങ്ങൾ ശുഭകരമാണ്. ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ ജനുവരി 8, 17, 26. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ സ്വയം നിർമ്മിത വ്യക്തിത്വത്തിനുടമകളാണ്. ആരുടെയും സഹായമില്ലാതെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നേറുന്നവർ. 2026 ജനുവരി മാസം നിങ്ങൾ ഇതുവരെ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ബലം അനുഭവിച്ച് തുടങ്ങുന്ന സമയമാണ്. നക്ഷത്രപാദങ്ങൾ മാറുന്നതിനനുസരിച്ച് സ്വഭാവത്തിലും ബലങ്ങളിലും വ്യത്യാസങ്ങൾ വരും. കന്നി രാശിയിൽ വരുന്ന ആദ്യ 2 പാദക്കാർക്കും തുലാം രാശിയിൽ വരുന്ന അവസാന 2 പാദക്കാർക്കും ഈ മാസം എന്തൊക്കെയാണ് കാത്തു വച്ചിരിക്കുന്നതെന്ന് നോക്കാം. ചിത്തിര നക്ഷത്രത്തിന്റെ 1-ാം പാദത്തിൽ ജനിച്ചവർക്ക് ഈ മാസം ആത്മവിശ്വാസവും നേതൃത്വ പാഠവും വർദ്ധിക്കും. സൂര്യന്റെ സ്വാധീനം നവാംശത്തിൽ ഉള്ളതുകൊണ്ട് ഭരണപരമായ കാര്യങ്ങളിൽ ഇവർ തിളങ്ങും. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന 1-ാം പാദക്കാർക്ക് ഈ മാസം സ്ഥാനക്കയറ്റമോ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റമോ ലഭിക്കും. പിതാവിൽ നിന്നോ പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നോ സാമ്പത്തിക സഹായം ലഭിക്കാൻ ഇടയുണ്ട്. ബിസിനസ്സിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ അനുകൂല സമയമാണ്. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കും. കുടുംബത്തിൽ നിങ്ങളുടെ വാക്കിന് വലിയ വില ലഭിക്കും. എന്നാൽ അല്പം ഈഗോ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുക. മക്കളുടെ കാര്യത്തിൽ അഭിമാനം കൊള്ളുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ ചൂട് സംബന്ധമായ അസുഖങ്ങളോ വരാതെ ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കാനും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കുക. അമിതമായ ആത്മവിശ്വാസം അപകടം വരുത്തിയേക്കാം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കാൻ തയ്യാറാകുക. കന്നി നവാംശത്തിൽ ഉൾപ്പെട്ട ചിത്തിര 2-ാം പാദക്കാർക്ക് ബുധന്റെ ഇരട്ടി സ്വാധീനമുള്ള സമയമാണിത്. ബുദ്ധിശക്തിയും വിശകലന പാടവവും ഇവരുടെ പ്രത്യേകതയാണ്. IT, അക്കൗണ്ടിംഗ്, അധ്യാപനം, മാധ്യമം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. എഴുത്തുകാർക്കും കലാകാരന്മാർക്കും പുതിയ അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതാണ് നല്ലത്. ബിസിനസ്സുകാർക്ക് അപ്രതീക്ഷിത ലാഭം ലഭിക്കും. ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. വീട്ടിൽ വിരുന്നുകാർ വരാനും സദ്യകളിൽ പങ്കെടുക്കാനും അവസരമുണ്ടാകും. പങ്കാളിയുമായി ആഴത്തിലുള്ള ആശയവിനിമയം സാധ്യമാകും. ഇത് ബന്ധം കൂടുതൽ ദൃഢമാക്കും. ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളോ അമിതമായ ഉത്കണ്ഠയോ അലട്ടിയേക്കാം. കൃത്യമായ വ്യായാമവും യോഗയും ശീലിക്കുന്നത് നന്നായിരിക്കും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അമിതമായി ചിന്തിച്ച് സമയം കളയരുത്. അവസരങ്ങൾ വേഗത്തിൽ ഉപയോഗപ്പെടുത്തുക. തുലാം നവാംശത്തിൽ ഉൾപ്പെടുന്ന ചിത്തിര 3-ാം പാദക്കാർക്ക് ശുക്രന്റെ സ്വാധീനം വളരെ കൂടുതലായിരിക്കും. കലാ, സൗന്ദര്യം, ആഡംബരം എന്നിവയിൽ താല്പര്യമുള്ളവരാണ് ഇവർ. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും കയറ്റുമതി ബിസിനസ് ചെയ്യുന്നവർക്കും ഈ മാസം സുവർണകാലമാണ്. പുതിയ വാഹനമോ ആഭരണങ്ങളോ വാങ്ങാൻ യോഗമുണ്ട്. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരസ്പര ധാരണയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രണയിക്കുന്നവർക്ക് വിവാഹകാര്യത്തിൽ തീരുമാനമാകും. ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. പങ്കാളിയോടൊപ്പം ദൂരയാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. വീട് അലങ്കരിക്കുന്നതിനോ മോടി പിടിപ്പിക്കുന്നതിനോ പണം ചെലവാകും. ചർമ്മരോഗങ്ങളോ അലർജി പ്രശ്നങ്ങളോ വരാതെ ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാകും. ആഡംബരത്തിനായി അമിതമായി പണം ചെലവാക്കുന്നത് ഭാവിയിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയേക്കാം. നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വൃശ്ചികം നവാംശത്തിൽ ഉൾപ്പെടുന്ന ചിത്ര 4-ാം പാദക്കാർക്ക് ചൊവ്വയുടെയും ശുക്രന്റെയും സമ്മിശ്ര ഫലങ്ങളാണ് ലഭിക്കുക. അല്പം വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രകൃതക്കാരായിരിക്കും ഇവർ. സാങ്കേതിക വിദ്യയിലും നിർമ്മാണ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ജനുവരി മാസം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഭൂമി ഇടപാടുകളിൽ നിന്ന് ലാഭം ലഭിക്കും. തൊഴിൽ രംഗത്തെ മത്സരങ്ങളെ അതിജീവിച്ച് വിജയം വരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുക്കളുടെ നീക്കങ്ങളെ മുൻകൂട്ടി കാണാൻ നിങ്ങൾക്ക് കഴിയും. ചെറിയ കാര്യങ്ങളെ ചൊല്ലി കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് സമാധാനം നിലനിർത്താൻ സഹായിക്കും. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. പ്രണയബന്ധങ്ങളിൽ തീവ്രത കൂടുമെങ്കിലും സംശയങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദമുള്ളവർ ഈ മാസം ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. മുറിവുകളോ ചതവുകളോ പറ്റാൻ സാധ്യതയുള്ളതിനാൽ യാത്രകളിലും യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ദേഷ്യം നിയന്ത്രിക്കുക എന്നതാണ് നിങ്ങളുടെ പ്രധാന വെല്ലുവിളി. എടുത്തുചാട്ടം ഒഴിവാക്കി പക്വതയോടെ പെരുമാറാൻ ശ്രമിക്കുക. ചിത്തിര നക്ഷത്രക്കാരുടെ 2026 ജനുവരി മാസഫലം അവലോകനം ചെയ്യുമ്പോൾ ഇത് നേട്ടങ്ങളുടെയും സന്തോഷത്തിന്റെയും മാസമാണെന്ന് വ്യക്തമാണ്. നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷേ ആ ഭാഗ്യത്തെ കഠിനാധ്വാനം കൊണ്ട് നിലനിർത്തേണ്ടത് നിങ്ങളാണ്. കുടുംബത്തിന്റെ പിന്തുണയും ഈശ്വര കൃപയും നിങ്ങളെ ഈ മാസം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റും. ചെറിയ തിരിച്ചടികൾ കണ്ട് തളരാതെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം കുറിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.